ശ്യാമേ, സാധാരണ നമ്മൾ ഈ KSRTC ബസ് സ്റ്റാൻഡിലൊക്കെ രാത്രി ചെന്ന് നിൽക്കുന്നു, നമ്മുടെ പ്രദേശത്തേക്കുള്ള ബസ് പോകുന്നു, നമ്മളെന്ത് ചെയ്യും? ഓട്ടോ വിളിക്കേണ്ടി വരും. പക്ഷേ ഈ ജെബിൻ അങ്ങനെയല്ല. ജെബിൻ ഓട്ടോ വിളിക്കാനൊന്നും സൗകര്യമില്ല, ഓട്ടോക്കാർക്ക് കാശ് കൊടുക്കാനും താല്പര്യമില്ല. ജെബിൻ നോക്കിയപ്പോൾ അവിടെ ഒരു ബസ് കിടക്കുന്നു, എന്നാൽ പിന്നെ അതിൽ കയറി നേരെ വീട്ടിൽ ചെന്നിറങ്ങാം. അങ്ങനെ ജെബിൻ KSRTC ബസ്സിൽ കയറുന്നു. തിരുവല്ലയിൽ ബസ് അങ്ങോട്ട് ആ ഭാഗത്തേക്ക് ജെബിൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള ബസ് പോയി, ലാസ്റ്റ് ബസ് പോയി. ഇനിയിപ്പം മാർഗ്ഗമില്ല, എന്നാൽ പിന്നെ ബസ് ഓടിച്ചങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ജെബിൻ കയറി, ജെബിൻ ബസ് എടുത്തു. പക്ഷെ ഭാഗ്യത്തിന് ആളുകൾ കണ്ടതുകൊണ്ട് ജെബിന് അതിനകത്ത് KSRTC ബസ്സിൽ പണ്ട് ഈ സുരാജ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനായിട്ട് ഫയർ എൻജിൻ വീട്ടിൽ വരുന്ന ഒരു സീൻ ഒരു സിനിമയിലുണ്ടായിരുന്നല്ലോ എന്ന് പറഞ്ഞ പോലെ ജെബിൻ ഈ KSRTC ബസ്സിൽ വീട്ടിൽ ചെന്നിറങ്ങാനുള്ള ഭാഗ്യം വീട്ടുകാർക്ക് കാണാനില്ലാതെ പോയി. അല്ലെങ്കിൽ ഇപ്പം ജെബിനെ ഇറങ്ങായിരുന്നു. തിരുവല്ലയിലാണ്, തിരുവല്ലയിൽ ഞായറാഴ്ച. ഇത് ഒരുപാട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ആദ്യം ഉണ്ടാകുന്നത് കൊട്ടാരക്കരയിലാണ്. കൊട്ടാരക്കരയിൽ നിന്നൊരാൾ KSRTC ബസ് എടുത്തുകൊണ്ട് പോയി ഏറ്റവും അവസാനം അതൊരു തെങ്ങിലിടിച്ചാണ് നിന്നത്. അത് ഉച്ച സമയത്താണ് എടുത്തുകൊണ്ട് പോയത്. ഉച്ചയ്ക്ക് ഇതൊക്കെ രാത്രിയിലാണ്. അത് ഉച്ച സമയത്ത് എടുത്തുകൊണ്ട് കളഞ്ഞു. പിന്നെ കൊല്ലത്ത് നിന്ന് രാത്രിയിൽ നമ്മുടെ പിന്നെ കായലിന്റെ തീരത്താണല്ലോ കൂടുതൽ വണ്ടികൾ, അതിലൊരെണ്ണം എടുത്തുകൊണ്ട് പോയി കളഞ്ഞു. അത് പിന്നെ പാരിപ്പള്ളി വരെ ഓടിപ്പോയെന്ന്. അത് പാരിപ്പള്ളി വരെ ഓടിപ്പോയി. പിന്നെ 2024 ഒരു ജൂലൈ 20-ാം തീയതി അതൊരു പിന്നെ തെമ്മല ഒറ്റക്കല്ലിലുള്ള ബിനീഷ് നമ്മുടെ പുനലൂർ KSRTC ഡിപ്പോയിൽ കിടന്ന വണ്ടി എടുത്തുകൊണ്ട് കളഞ്ഞു. അത് രാവിലെ പുലർച്ചെ 5:30 അത് ആ വണ്ടി പിന്നെ ഇവിടെ പോകേണ്ടതാണ്, മെഡിക്കൽ കോളേജ് പോകേണ്ട വണ്ടിയാണ്. മെഡിക്കൽ കോളേജ് പോകേണ്ട വണ്ടി ആയതുകൊണ്ട് ആ വണ്ടി അപ്പോൾ ആദ്യം പോകേണ്ട വണ്ടികളാണല്ലോ ഇപ്പുറത്തേക്ക് ഇടുന്നത്. അപ്പോൾ ദേശീയപാതയുടെ സൈഡിലോട്ട് ഈ വണ്ടി കൊണ്ട് ഒതുക്കിയിട്ടിരുന്നു. അപ്പോൾ ഇയാൾ വന്നപ്പോഴത്തേക്ക് രാത്രിയിൽ ഇത്തിരി മദ്യപിച്ച് വന്നപ്പോൾ ഒറ്റക്കല്ലിലേക്ക് ഇനി വണ്ടിയില്ലെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ ഞാനൊന്ന് കൊണ്ടുപോയേക്കാന്ന് വിചാരിച്ചിട്ട് ഇയാൾ KSRTCയുടെ ഈ പറയുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ട വണ്ടി എടുത്ത് ദേശീയപാതയിൽ കൂടെ തെമ്മല റൂട്ടിലോട്ട് ഓടിച്ചു. അത് ദേശീയപാതയിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഹൈവേ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ വണ്ടിയുടെ ഒരു പ്രത്യേകത, വണ്ടിയുടെ ബോർഡ് മെഡിക്കൽ കോളേജാണ്. മെഡിക്കൽ കോളേജ് ബോർഡാണ് വെച്ചിരിക്കുന്നത്. ബോർഡിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. ബോർഡിൽ ലൈറ്റ് കത്തിയിട്ടുണ്ട്. പക്ഷേ വണ്ടിയുടെ ഫ്രണ്ട് പിന്നെ ഹെഡ്ലാമ്പ് കത്തിയിട്ടില്ല. ഹെഡ്ലാമ്പ് ഇല്ലാതെ ബോർഡിലെ വെട്ടത്തിലാണ് ഈ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈവേ പോലീസ് നോക്കിയപ്പോഴത്തേക്കാണ് മെഡിക്കൽ കോളേജ് വണ്ടി തെമ്മല റൂട്ടിലോട്ട് പോകുന്നു. ഹെഡ്ലൈറ്റും ഇല്ലാതെ തെമ്മല റൂട്ടിലോട്ടൊരു വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വണ്ടിയിലാണ് യാത്രക്കാരും ഇല്ല. പിന്നെ ഡ്രൈവർ ഇട്ടിരിക്കുന്നത് KSRTCയുടെ യൂണിഫോമും അല്ല. ഒരാൾ ഒറ്റയ്ക്ക് ഒരു വണ്ടി KSRTC ഓടിച്ചു പോവുകയാണ് മെഡിക്കൽ കോളേജിൽ വണ്ടി. അങ്ങനെ ഇത് വണ്ടി പിന്നെ പോലീസ് തടഞ്ഞു. ഹൈവേ പോലീസ് തടഞ്ഞപ്പം ഇയാൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി പിന്നെ എഞ്ചിനടിച്ച് നിന്നിട്ട് ഇയാൾ പിന്നെ ബാക്ക് ഡോർ വഴി ഇറങ്ങി ഓടിക്കളഞ്ഞു. സാധാരണ ഡ്രൈവർമാർ കയറി ഇറങ്ങുകയും ചെയ്യുന്നത് ഡ്രൈവിംഗ് സീറ്റിനോട് ചേർന്നിട്ടുള്ള ഡോറാണല്ലോ. ഇയാൾ ഗിയർ ബോക്സിൽ ചവിട്ടി ബാക്കിൽ ചാടി ബാക്ക് ഡോറും തുറന്ന് ഇറങ്ങി ഓടി. അത് പോലീസ് ഓടിച്ചിട്ട് പിടിച്ചു. ഇങ്ങനെയാണ് ബിനീഷിനെ പിടിക്കുന്നത്. ഇതിപ്പോൾ ഞായറാഴ്ച രാത്രിയിലുണ്ടായ സംഭവമാണ്. അത് ആഞ്ഞിലിത്താനം മാമന്നത്ത് ജെബിൻ 34 വയസ്സുണ്ട്. JCB ഓപ്പറേറ്ററാണ്. അപ്പോൾ ഇദ്ദേഹവും ഇദ്ദേഹത്തിൻ്റെ 2 കൂട്ടുകാരും കൂടെ ചേർന്ന് മൊത്തം 3 പേരും കൂടെ ഇദ്ദേഹത്തിൻ്റെ വീട് മല്ലപ്പള്ളി ഭാഗത്തോട്ടാണ് ഇദ്ദേഹത്തിന് പോകേണ്ടത്. അപ്പോൾ ആ ഭാഗത്തോട്ടുള്ള ബസ് എത്ര മണിക്ക് ആണ് ലാസ്റ്റ് ബസ് എന്ന് വന്ന് ഇവരോട് ചോദിച്ചു, KSRTCയോട് ചോദിച്ചു. KSRTCയോട് അവിടെ ഡിപ്പോയിൽ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് രാത്രി 8 മണിക്കാണ് ലാസ്റ്റ് വണ്ടി എന്ന് പറഞ്ഞു. അപ്പം സമയമുണ്ടല്ലോ, എന്നാൽ പോയി ഒരു റൗണ്ട് കൂടെ മദ്യപിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചിട്ട് ഈ സംഘം വീണ്ടും ബാറിപ്പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് 8 മണിയുടെ ബസ് പോയി കഴിഞ്ഞു. പിന്നെ ബസ്സില്ല. 2-3 പ്രാവശ്യം ഈ അവസാനത്തെ ബസ്സും തിരക്കി അവിടെ കറങ്ങി നടന്നു. അപ്പോഴൊന്നും ഈ KSRTCക്കാർ പറഞ്ഞു ഇനി തൽക്കാലം അവസാനത്തെ ബസ് നാളത്തെ ആദ്യത്തെ ബസ് അതാണ് ഇനി അങ്ങോട്ടുള്ളത്. അതായത് 5:45 ആ വണ്ടി പോകേണ്ടത്. അപ്പോൾ ആ വണ്ടി എവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചു. ആ വണ്ടി അപ്പുറത്ത് കിടക്കുന്ന സൈഡും ഈ KSRTCക്കാർ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് അങ്ങോട്ട് പോകേണ്ട വണ്ടി അവിടെ കിടപ്പുണ്ട്. രാവിലെ 5:45 വണ്ടി. 5:45 വണ്ടി രാത്രി 10 മണിക്ക് പോകുന്നതിന്
അത് ജെബിന് ഒരു തെറ്റായി തോന്നിയില്ല. പുലർച്ചെ 5 എന്തായാലും വല്ലപ്പള്ളിക്ക് പോകേണ്ട വണ്ടി, അത് ഇച്ചിരി നേരത്തെ പോക്കുന്നതിന് അതിലെന്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ അദ്ദേഹം ഇതിൽ കയറിയപ്പോഴത്തേക്ക് വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയപ്പോൾ താക്കോലും ഇതിനകത്തുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പം 2 കൂട്ടുകാരെയും കൂടെ കയറ്റി എല്ലാവർക്കും 3 പേർക്കും കൂടെ KSRTC അങ്ങ് വീട്ടിൽ എത്താം. KSRTC ആണല്ലോ, പൊതുമുതലാണല്ലോ, അപ്പം ഒരു പൗരന് ഉപയോഗിക്കാമല്ലോ. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ, പൗരചിന്തകൾ വന്നു. ഒരു പൗരൻ, ഈ നാട്ടിലെ ഒരു പൗരൻ എന്നുള്ള നിലയിൽ പൊതുസ്വത്ത് എൻ്റെയും കൂടി അല്ലേ എന്ന് ജെബിന് തോന്നി. അങ്ങനെ ജെബിന് ഇത് കയറി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി പിടിച്ച് റിവേഴ്സ് ഇട്ടു. വണ്ടി പിടിച്ച് റിവേഴ്സ് ഇട്ടപ്പോൾ അവിടെ നിൽക്കുന്നവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടു. ഇവർ കുറേ നേരമായിട്ട് ആ ഡിപ്പോയിൽ കറങ്ങി നടക്കുകയാണ്. ഈ ബസ്സുണ്ടോ, എങ്ങോട്ട് പോകാൻ എന്നുള്ളത് അന്വേഷിച്ച് കറങ്ങി നടക്കുകയും ഇവരൊടുവിൽ പിന്നെ ഈ ബസ് തന്നെ കൊണ്ടുപോകുന്നത് ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ അവർ ഡിപ്പോയെ അറിയിച്ചു. അങ്ങനെ ഡിപ്പോയിൽ നിന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നവരെല്ലാം കൂടെ ചാടി ഓടി വന്നു. അപ്പോൾ ഈ ബാക്കി 2 പേരും ഇറങ്ങി ഓടിക്കളഞ്ഞു. ജെബിനൊപ്പമുള്ള ബാക്കി 2 പേരും ഇറങ്ങി ഓടിക്കളഞ്ഞു. ജെബിനെ ഇറങ്ങാൻ കൂട്ടാക്കിയില്ല. ഇപ്പോൾ ബസ്സിൽ നിന്ന് ഇറങ്ങാൻ KSRTCയുടെ ജീവനക്കാർ പറഞ്ഞപ്പം ജെബിന് അതിൽ നിന്ന് ഇറങ്ങത്തില്ല. അവസാനം അവർ തിരുവല്ല പോലീസിനെ അറിയിച്ചു. തിരുവല്ല പോലീസ് എത്തിയാണ് ബലമായി ഈ ജെബിനെ പുറത്തിറക്കിയത്. അപ്പം ജെബിൻ്റെ ഒരു പ്രധാന പ്രശ്നം, ഒരു JCB ഓപ്പറേറ്ററായ ഞാൻ ഒരു ബസ് ഓടിക്കുന്നതിൽ എന്താണ് തെറ്റ് എന്നാണ് തിരുവല്ല DYSP ഇത് സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ വണ്ടിയാണ് ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയ വണ്ടിയാണ് അത്. അങ്ങോട്ട് ഓടിക്കുക, ഇങ്ങോട്ട് ഓടിക്കുക, തിരിഞ്ഞ് കറങ്ങി ഓടിക്കുന്ന വണ്ടിയാ. അതിന് 2 കൈയും ഉണ്ട്. എന്നാൽ പിന്നെ ഇത്തിരി പോകുന്ന KSRTC ബസ് എന്താണ്, അതിന് കൊണ്ടുപോകുന്നതിൽ എനിക്കൊരു തെറ്റുമില്ലല്ലോ എന്നൊരു ചിന്ത ഈ മദ്യപിച്ചിട്ട് ഉണ്ടാകുന്ന ഓരോ ചിന്തകളുടെ ഒരു വലിയ പ്രശ്നമാണ്. അപ്പം അതൊരു തെറ്റായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. നമ്മുടെ ഈ KSRTC ബസ്സുകളുടെ ഭൂരിഭാഗത്തിനും ഈ വാഹനം പുറത്ത്, ഈ ഡിപ്പോകളിൽ സ്ഥലമില്ല. പുറത്താണ് ഡിപ്പോകളിൽ, പല ഡിപ്പോകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അപ്പോൾ തിരുവല്ലയ്ക്കൊന്നും ആ പ്രശ്നം ഇല്ല. തിരുവല്ല ഡിപ്പോയ്ക്കൊന്നും ആ ഒരു അത്ര വലിയ പ്രശ്നം, അത് വലിയ ഡിപ്പോയാ. കൊല്ലത്തൊക്കെ പുറത്താണ്, കൊല്ലത്ത് കൊട്ടാരക്കരയൊക്കെ എല്ലാം ഹൈവേയുടെ പുറത്താണ്, എല്ലാം വാരി വെടിയിട്ടിരിക്കുകയാണ്. എല്ലാ വണ്ടികളും വാരി വെടി. കൊല്ലത്തൊക്കെയാണ് മറ്റേ കായൽ തീരത്തൊക്കെ ഇങ്ങനെ അടുക്കി കൊണ്ടിട്ടേക്കുക. എറണാകുളത്തും അങ്ങനെയൊക്കെ തന്നെ. എറണാകുളത്തും അതാ അവസ്ഥ. അപ്പോൾ ഡിപ്പോകൾക്ക് സ്ഥലമില്ല. ഡിപ്പോകൾക്ക് സ്ഥലമില്ലാതാകുമ്പോഴത്തേക്ക് ഇവരിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വണ്ടി കൊണ്ടുവന്ന് ഇടും. ഇതാണെങ്കിൽ ഈ 2 വയറ് കൂട്ടി പിടിച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാൻ പറ്റുന്ന വണ്ടികളും ഉണ്ട് ഇതിനകത്ത്. പക്ഷേ വേറെ കാര്യമുണ്ട്, ഈ KSRTC ബസ് ഇവർക്ക് ഈ ഇങ്ങനെ ഓടിച്ച് പോയവർക്ക് സ്റ്റാർട്ടാക്കാനേ പറ്റുമോ? ഇത് ഓടിക്കുന്നതിൻ്റെ ഒരു പ്രാക്ടിക്കൽ സൈഡ് ഉണ്ടല്ലോ, അത് ഇവർക്ക് ഇല്ല. കാരണം സൈഡിൻ്റെ അല്ല, ഇവർ നല്ല ഫിറ്റാണെന്നേ. ഫിറ്റാ, ബോധമില്ലാതെ ചെന്ന് വണ്ടി കയറി കഴിഞ്ഞാൽ വണ്ടി പിന്നെ നേരെ പോകും. മദ്യപിച്ച് ആടി പോകുന്ന ഒരാള്, ലെക്ക് കെട്ട് പോകുന്ന ഒരാള് KSRTC ബസ്സിൽ കയറിയിരുന്ന KSRTC ബസ് എന്നാ ഒരു പാവം മനുഷ്യൻ മദ്യപിച്ച് വന്നിരിക്കുക, ഞാൻ നേരെ ചുവേ പോയേക്കാം എന്ന് ബസ് വിചാരിക്കത്തില്ലല്ലോ. അതില്ല. അപ്പോൾ ബസ്സും അതേ രീതിയിൽ തന്നെ പോകും. ആടി ലെക്ക് കെട്ട് അവിടെ ചെന്ന് അതിനകത്ത് സ്റ്റിയറിംഗ് കയറി പിടിച്ചു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തോന്നിയതുപോലെ പോകും. അതാണ് കൊട്ടാരക്കര സംഭവിച്ചത്. കൊട്ടാരക്കര എത്ര വണ്ടികളാണ് ഇടിച്ചിട്ടെന്നറിയോ? കൊട്ടാരക്കരയിൽ നിന്ന് പുള്ളി മദ്യപിച്ച് വീട്ടിലേക്ക് പിന്നെ പച്ചക്കറിയും മീനുമായിട്ടാണ് വന്നത്. മീനും പച്ചക്കറിയുമായിട്ടൊക്കെ വന്നപ്പോഴാണ് പിന്നെ സമയത്ത് വണ്ടിയില്ല. പിന്നെ മീൻ ചീത്തയാവാൻ പാടില്ലല്ലോ, അത് എത്രയും വേഗം വീട്ടിലെത്തിക്കുകയും വേണം. അങ്ങനെയാണ് അത് കൊണ്ടുപോയത്. അത് കൊണ്ടുപോയിട്ട് എത്ര വണ്ടികളെ ഇടിച്ചിട്ടുള്ളത്. അവസാനം ഓടിച്ചിട്ട് പിടിച്ചതാ വണ്ടിയെ. അതുപോലെ കൊല്ലത്തു നിന്ന് കൊണ്ടുപോയ വണ്ടി, അതും അപകടം ഉണ്ടാക്കി. അതൊരു ഓട്ടോയൊക്കെ തട്ടിക്കളഞ്ഞു. ഓട്ടോയൊക്കെ തട്ടി ഇത് പിന്നെ ഇതാക്കി കളഞ്ഞു. അത് ഈ വണ്ടി വീശി പിടിക്കുമ്പോൾ ഒരു പ്രശ്നമുണ്ട്. അതായത് വളവിൽ നമ്മളൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുകയാണെന്ന് വെച്ചു, ഓവർടേക്ക് ചെയ്യുന്നതിനനുസരിച്ച് ശ്രദ്ധിച്ചിത് വലത്തേക്കാണ് ഇപ്പോൾ തിരിയുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ചെറിയ വാഹനം ചെറിയൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്താൽ നമ്മൾ കയറുന്നതെങ്കിൽ വലത്തോട്ട് നമ്മൾ പെട്ടെന്ന് വീശി പിടിച്ച് കഴിഞ്ഞാൽ ഈ വണ്ടി ബാക്ക് കൊണ്ട് അടിച്ച് വിളി കളയും. അതാണ് അവിടെ സംഭവിച്ചത്. അതായത് ഇതിനൊരു കണക്കുമില്ലാതെ ഈ പുള്ളിക്ക് തന്നെ കണക്ക് തെറ്റിയിരിക്കുകയല്ലേ. അതെ, വണ്ടിക്ക് ഒരു വീതി നീളമൊക്കെ ഉണ്ട്. അതറിയാതെ ഇതെടുത്തിട്ട് കളിക്കുകയാണെങ്കിൽ അപകടം ഉണ്ടാക്കി വെക്കും. ഏതായാലും ഈ യാത്രക്കാരത് പിന്നെ തടഞ്ഞു നിർത്തിയത് കൊണ്ടാണ്. അല്ലെങ്കിൽ രാത്രിയിൽ പോയി ഇത് അപകടം ഉണ്ടാക്കും. വീട്ടിലെത്തത്തില്ല ഈ വണ്ടി. അതുറപ്പായിട്ട് ജെബിൻ ഇത് എത്ര വീട്ടിലെത്തിക്കാൻ നോക്കിയാലും വണ്ടി വീട്ടിലെത്തത്തില്ല. വണ്ടി വീട്ടിലെത്തത്തില്ല, ജെബിനും വീട്ടിലെത്തത്തില്ല. എടുത്തോണ്ട് പോയ ആർക്കും വീട്ടിലെത്തിക്കാൻ പറ്റിയിട്ടില്ല. പലരും ഈ അറ്റംപ്റ്റ് നടത്തിയിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യനും ഈ ഒരു ശ്രമത്തിൽ
വിജയിച്ചിട്ടില്ല. KSRTCയോട് അത്ര ഇഷ്ടമാണ് ആളുകൾക്ക്. അതാ ഞാൻ പറഞ്ഞത്, KSRTC അവരൊരു പൊതുസ്വത്തല്ലേ, പൊതുമുതലായതുകൊണ്ട് എന്തുകൊണ്ടൊരു പൗരനായി എനിക്ക് കൊണ്ടുപോയിക്കൂടാ? പൗരബോധം, ഒരു പൗരബോധം ഉണർന്നു പോകുന്നത് തെറ്റാണോ എന്നാണ് ഇവർക്ക് വിചാരിക്കുന്നത്. ഇത് വലിയ മെനക്കെട്ട കേസാണ് KSRTC ആയിട്ടുള്ളത്. KSRTC ആയിട്ടുള്ള കേസുകളൊക്കെ വളരെ ഭയങ്കര മെനക്കെട്ട കേസാണ്. ഇത് നമ്മളും കയറി ഇറങ്ങും, KSRTC ആൾക്കാർ കറക്റ്റ് സമയത്ത് വരത്തുമില്ല. അവരിതിന് മൊഴി പറയാനും വിസ്താരത്തിനൊന്നും ഒരു സമയത്ത് വരത്തുമില്ല. ഇത് വലിയ മെനക്കേടാവും. മെനക്കെട്ട കേസുകളാണ് KSRTC ആയിട്ട്. KSRTCയെ തൊടുക എന്ന് പറയുന്നത് തന്നെ വലിയ അബദ്ധം ഉണ്ടാകുന്ന കാര്യമാണ്. KSRTCയുടെ നേരത്തെ ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ, KSRTC എന്തെങ്കിലും ഒരു സമരം ഉണ്ടെങ്കിൽ KSRTCയുടെ ചില്ലെറിഞ്ഞു പൊട്ടിക്കുക. ഹർത്താൽ ഉണ്ടെങ്കിൽ KSRTCയുടെ അത് ചെയ്തവരൊക്കെ പെട്ടു. ആരൊക്കെ ചെയ്തിട്ടുണ്ടോ അവരൊക്കെ പെട്ടു. അവരുടെ സമരത്തിൽ തന്നെ ഇപ്പോൾ കല്ലെറിഞ്ഞ ആളുകളുണ്ട്. അതെ, അവരെ ഇപ്പം കേസെടുത്തിരിക്കുക കൊട്ടാരക്കര. അതെ. അവരുടെ പിന്നെ KSRTCയെ തൊടുക എന്ന് പറയുന്നത് ചില്ലറ കാര്യമല്ല, മെനക്കെട്ട കേസാണ്. മെനക്കെട്ട കേസ് എന്ന് പറയുന്നത് അതാണ് KSRTCയെ തൊട്ടാൽ ഉണ്ടാകുന്ന ഒരു ദൂഷ്യം. അതുകൊണ്ട് ജെബിൻ മനസ്സിലാക്കിയിരിക്കേണ്ടത്, വീട്ടിലേക്ക് പോകുവാൻ വാഹനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ തൽക്കാലം അവിടെ എവിടെയെങ്കിലും കിടന്ന് ഉറങ്ങിയിട്ട് രാവിലെ പോവുക. തിരുവല്ല സ്റ്റാൻഡൊക്കെ നല്ല സ്റ്റാൻഡ്, ഇത്തിരി വൃത്തിയുള്ള സ്റ്റാൻഡാണ്. KSRTC കണ്ടിട്ടുള്ളതിൽ ഇത്തിരി വൃത്തിയുള്ള സ്റ്റാൻഡാണ്. ഇഷ്ടംപോലെ സീറ്റുകളും ഒക്കെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ കൊല്ലം പോലല്ല. കൊല്ലം എറണാകുളത്തെയും ഇപ്പോൾ അതുകൊണ്ട് അത് പൊളിച്ച് പണിയാനുള്ള സംഭവം തുടങ്ങുകയാണ്. ഞാൻ കണ്ടിട്ടുള്ളതിനകത്ത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എറണാകുളം കോട്ടയത്തൊക്കെ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കോട്ടയത്തൊക്കെ നിർമ്മാണം നടക്കുന്നുണ്ട്. അപ്പോൾ തിരുവല്ല സ്റ്റാൻഡിൽ ഇരുന്ന് ഉറങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാവിലെ വരെ, രാത്രി 10 മണിയായില്ലേ, കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. 5:45 വണ്ടിയിൽ പോകാന്നേ. അതെ, ഇനിയിപ്പോൾ അങ്ങനെ ആയിക്കോളും. അങ്ങനെ ആയിക്കോളും. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയവും ഇതാണ്. നമ്മൾ ഈ മദ്യപിച്ചിട്ട് ലേറ്റ് നൈറ്റിൽ മദ്യപിച്ച് കഴിഞ്ഞാൽ പിന്നെ അങ്ങ് എന്താ ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല. എന്ത് പ്രവൃത്തിയാണ് നമ്മൾ എന്ത് പ്രവൃത്തി കാട്ടിക്കൂട്ടുന്നു എന്നുള്ളതിനെ കുറിച്ച് ബോധമില്ലാതാവും. അത് രാവിലെ തുടങ്ങിയതുമായിരിക്കും. പിന്നെ ഒരു പോലീസുകാരനെ അടിച്ചു കൊന്ന അവനുണ്ടല്ലോ, അവൻ അന്നേ ദിവസം രാവിലെ 11 മണിക്ക് തുടങ്ങിയ പരിപാടിയാണ്. എന്നിട്ടാണ് രാത്രി 11 മണിക്ക് ആ ബാറിൽ നിന്ന് ഇറങ്ങി നിന്ന് ആ പോലീസുകാരനെ അടിച്ചു കൊന്നത്. അതാണ് പറഞ്ഞത്, ഇത് രാവിലെ തുടങ്ങുന്നതായിരിക്കും. ശ്യാമപ്രസാദ് രാത്രി ആകുമ്പോഴത്തേക്ക് എന്താ പറയുക, ഇതിന്റെ ഫുള്ള് നമ്മുടെ എന്താ പറയുക റിലേ കട്ടായി പോകും. പിന്നെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ നമുക്ക് ശരിയായിട്ട് തോന്നും, നാട്ടുകാർക്ക് ശരിയാവണമെന്നില്ല. അതുകൊണ്ട് ഇത്തരം അക്രമങ്ങൾ കാട്ടാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ല കാര്യം. JCB ഓപ്പറേറ്റർ എന്നുള്ള നിലയ്ക്ക് JCB ഓപ്പറേറ്ററൊക്കെ ആകുമ്പം വലിയ ഈ ഇദ്ദേഹത്തിൻ്റെ വരുമാനത്തിലായിരിക്കും സ്വന്തം കുടുംബം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ KSRTCയെ ബുദ്ധിമുട്ടിക്കാൻ പോവാതിരിക്കുക. ഇതിന് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ആയതുകൊണ്ടാണ് നമ്മളിത് ചർച്ചയ്ക്കെടുത്തത്. ഇത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. തുടർച്ചയായിട്ട് KSRTC ബസ്സുകൾ എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം നടക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം എടുത്തത്. അല്ലെങ്കിൽ ജെബിൻ നടത്തിയൊരു ശ്രമത്തോട് നമുക്ക് പൊറുക്കാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ.